അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന കേസിൽ റിമാൻഡിലായ രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാര സമരത്തിലാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ഉള്ളത്. ജാമ്യം തേടി രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിക്കും. 14 ദിവസത്തേക്കാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഈ രാഹുൽ ഈശ്വറിനെ റിമാൻഡിലേക്ക് വിട്ടിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ജയിലിനുള്ളിൽ, പൂജപ്പുര സെൻട്രൽ ജയിലിനുള്ളിൽ രാഹുൽ ഈശ്വർ നിരാഹാരത്തിലാണ് എന്നറിയുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയോ? എന്താണ് നിരാഹാരം? എന്താണ് രാഹുലിൻ്റെ ലക്ഷ്യം? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്നലെ റിമാൻഡ് നടത്തിയപ്പോൾ തന്നെ, റിമാൻഡുമായി ബന്ധപ്പെട്ട റിമാൻഡ് ഉത്തരവ് വന്നപ്പോൾ തന്നെ ഇത് കള്ളക്കേസാണ്, അതുകൊണ്ട് തന്നെ താൻ ഗാന്ധിയൻ മാർഗത്തിൽ ജയിലിൽ നിരാഹാരം അനുഷ്ഠിക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇന്നലെ ജയിലിലെത്തിയ ശേഷം ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇന്നലെ വെള്ളം മാത്രം മതി എന്നായിരുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞത്. അതേ സമാനമായ രീതിയിൽ ഇന്ന് രാവിലെ ഭക്ഷണം വേണ്ട, വെള്ളം മാത്രം മതി എന്ന് ജയിലധികൃതരെ അറിയിച്ചിട്ടുണ്ട്. താൻ നിരാഹാരത്തിലാണ്.